എല്ലാവർക്കും ഇൻസൈഡ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സർവമായ, തങ്കമണി എന്നീ സിനിമകൾ ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അതുൾപ്പെടെ 22 പുതിയ സിനിമകളുടെ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ദുരന്തർ എന്ന സിനിമയെക്കുറിച്ചാണ്. രൺവീർ സിംഗ്, സാറ അർജുൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ സിനിമയാണ് ദുരന്തർ. തിയേറ്ററിൽ നിന്നും വമ്പൻ കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ച സിനിമയുടെ OTT റിലീസ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. നെറ്റ്ഫ്ലിക്സ് നേരത്തെ തന്നെ സിനിമയുടെ OTT അവകാശങ്ങൾ വാങ്ങിച്ചിരുന്നു. ചിത്രം ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മാരുതി സംവിധാനം ചെയ്ത് പ്രഭാസ് നായകനായി ജനുവരി ആദ്യം തിയേറ്ററുകളിലേക്ക് എത്തി പരാജയപ്പെട്ട ആക്ഷൻ, കോമഡി, ഫാന്റസി, ഹൊറർ തെലുഗു സിനിമയാണല്ലോ രാജാ സാബ്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ അടുത്ത ആഴ്ച ഫെബ്രുവരി 6 ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. SS രാജമൗലി സംവിധാനം ചെയ്ത് തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്ക് എത്തുന്ന മോസ്റ്റ് അവൈറ്റഡ് പാൻ ഇന്ത്യൻ സിനിമയാണ് വാരാണസി. ചിത്രത്തിൽ മഹേഷ് ബാബു, പ്രിയങ്ക ചോപ്ര, പൃഥ്വിരാജ് സുകുമാരൻ, പ്രകാശ് രാജ് എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി പ്രഖ്യാപനം മൂവി ടീം പുറത്തുവിട്ടിരിക്കുകയാണ്. 2027 ഏപ്രിൽ 7 ലോകമെമ്പാടുമായി വാരാണസി തിയേറ്ററുകളിലേക്ക് എത്തും. ആക്ഷൻ, അഡ്വഞ്ചർ, സയൻസ് ഫിക്ഷൻ, എപ്പിക് ജോണറിൽ പുറത്തിറങ്ങുന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. രോഹിത് VS സംവിധാനവും തിരക്കഥയും ഒരുക്കി ആസിഫ് അലി നായകനായി വരാനിരിക്കുന്ന മാസ് ആക്ഷൻ ഡ്രാമ സിനിമയാണ് ടിക്കി ടാക്ക. ചിത്രത്തിൽ ആസിഫ് അലിക്കൊപ്പം ലുക്മാൻ, നെസ്ലിൻ, വാമിക ഗബി എന്നിവരും കേന്ദ്ര കഥാപാത്രമായി എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ അവസാനഘട്ട ചിത്രീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫെബ്രുവരി 4 അടുത്ത ആഴ്ച ആസിഫ് അലിയുടെ ജന്മദിനം പ്രമാണിച്ച് ടിക്കി ടാക്കയുടെ ടീസർ സർപ്രൈസായി പുറത്തിറക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ റിലീസ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ സിനിമയുടെ വിദേശ രാജ്യത്തെ വിതരണാവകാശം ഫാസ്റ്റ് ഫിലിം സ്വന്തമാക്കിയിട്ടുണ്ട്. ടീസറിനൊപ്പം ചിത്രത്തിന്റെ റിലീസ് തീയതിയും പുറത്തുവിടുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കേശവ് ദീപക് നായകനായി തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും കോമഡി, സ്പോർട്സ് ജോണറിൽ നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു സിനിമയാണല്ലോ പതംഗ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ചിത്രത്തിന്റെ OTT റിലീസ് നടന്നിരിക്കുകയാണ്. സൺനെക്സ്റ്റ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ സിനിമ ഇപ്പോൾ മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ആമസോൺ പ്രൈം വീഡിയോ, സൺനെക്സ്റ്റ് എന്നീ OTT പ്ലാറ്റ്ഫോമുകൾ വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജോൺ പോൾ ജോർജ് സംവിധാനം ചെയ്ത് ജോമോൻ, ജ്യോതിർ ഇന്ദ്രൻസ് എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആശാൻ. ഗപ്പി സിനിമാസും വേഫർ ഫിലിംസും ചേർന്ന് നിർമ്മിക്കുന്ന സിനിമയുടെ സെൻസർ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന് ലഭിച്ചിട്ടുള്ളത്. ഒരു കോമഡി എന്റർടൈനർ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമ വരുന്ന ഫെബ്രുവരി 6 റിലീസ് ചെയ്യും. വിജീഷ് പനത്തൂർ സംവിധാനം ചെയ്ത് ഗണപതി, സാഗർ സൂര്യ, അല്ലമീൻ എന്നിവരൊക്കെ കേന്ദ്ര കഥാപാത്രമായി കോമഡി, ഹൊറർ ജോണറിൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണല്ലോ പ്രകമ്പനം. ചിത്രത്തിന്റെ ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ പോസിറ്റീവ് റെസ്പോൺസുകളാണ് പ്രകമ്പനം എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ 60 to 80 ലക്ഷത്തോളം രൂപയാണ് പ്രകമ്പനം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിട്ടുള്ളത്. മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്തതോടെ വരും ദിവസങ്ങളിൽ ചിത്രം ബോക്സ് ഓഫീസിൽ കത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും ഇന്ന് 2 സിനിമകളാണ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സിനിമയുടെ പേര് കോൺസ്റ്റബിൾ എന്നാണ്. കൽപത, വരുൺ സന്ദേശ് എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന സിനിമ ETV വിൻ OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ സിനിമയായ ജ്യോതി ETV വിൻ OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജൂഡ് ആന്റണിയുടെ തിരക്കഥയിൽ പ്രജിത്ത് സംവിധാനം ചെയ്ത് ജയറാം, കാളിദാസ് ജയറാം എന്നിവർക്ക് കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആശകൾ 1000. ഗോകുലം മൂവീസിന് വേണ്ടി ഗോകുലം ഗോപാലനാണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ ട്രെയിലർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. കോമഡി, എന്റർടൈനർ, ഡ്രാമ ജോണറിലാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക എന്നത് ഈ ട്രെയിലറിലൂടെ നമുക്ക് വ്യക്തമാണ്. അടുത്ത ആഴ്ച ഫെബ്രുവരി 6 ചിത്രം തിയേറ്റർ റിലീസ് ചെയ്യും. ഇന്ന് ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റൊരു മലയാളം സിനിമയാണല്ലോ വലതുവശത്തെ കള്ളൻ. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് ജോജു ജോർജ്, ബിജു മേനോൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി ക്രൈം, ത്രില്ലർ, ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറിൽ പുറത്തിറങ്ങിയ സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമയുടെ ആദ്യ പകുതിക്ക് ഡീസന്റ് എബോ അഭിപ്രായങ്ങൾ നേടിയെടുക്കാൻ ഈ ജിത്തു ജോസഫ് സിനിമയ്ക്ക് കഴിഞ്ഞെങ്കിലും രണ്ടാം പകുതിയിൽ ചിത്രം താഴേക്ക് പോയിരിക്കുന്നു എന്ന അഭിപ്രായങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇനി സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ അവിടെയും വലതുവശത്തെ കള്ളൻ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.
അതായത് ആദ്യ ദിനം 20 ലക്ഷം രൂപയിൽ താഴെ മാത്രമാണ് ചിത്രത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജൂനിയർ NTR നായകനായി KGF സിനിമകളുടെ സംവിധായകനായ പ്രശാന്ത് നീൽ സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഒരു ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണ് NTR 31. ഇപ്പോഴത്തെ സിനിമയുടെ ടൈറ്റിൽ റൂമേഴ്സ് എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ചിത്രത്തിന് ഡ്രാഗൺ എന്ന പേരിടാനായി മൂവി ടീം പ്ലാൻ ചെയ്യുന്നു എന്നാണ് റിപ്പോർട്ട്. വരുന്ന ഫെബ്രുവരി മാസം തന്നെ ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപനവും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും പുറത്തുവരും. അഷിക, ദുഷ്യന്ത് എന്നിവർ തകർത്തഭിനയിച്ച് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്നും പുറത്തിറങ്ങിയ സിനിമയാണല്ലോ ഗതവൈഭവ. ചിത്രം ഇപ്പോൾ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ കന്നഡ, തെലുഗു ഭാഷയിലാണ് OTT റിലീസ് ആയിട്ടുള്ളത്. ധൽ ധൽ ഒരു ഹിന്ദി വെബ് സീരീസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസ് OTT അവകാശങ്ങൾ സ്വന്തമാക്കിയ വെബ് സീരീസിന്റെ ആദ്യത്തെ സീസൺ ഇപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഹിന്ദി, തമിഴ്, തെലുഗു ഭാഷകളിൽ 7 എപ്പിസോഡ്സ് ആയിട്ടാണ് ഈ വെബ് സീരീസ് OTT റിലീസ് ചെയ്തിട്ടുള്ളത്. പ്രഭാസ്, കമൽഹാസൻ, അമിതാഭ് ബച്ചൻ എന്നിവർക്ക് പ്രധാന റോളിലെത്തി നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഒരു തെലുഗു പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ കൽക്കി 2. എന്നാൽ ചിത്രത്തിന്റെ ആദ്യ പാർട്ടിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്ന ദീപിക പദുക്കോൺ സിനിമയിൽ നിന്നും പിന്മാറി എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. എന്നാൽ ദീപികയുടെ റോൾ സായ് പല്ലവി ഏറ്റെടുത്തു എന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. 2028 കൽക്കി 2 തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്. മാത്യു തോമസ് സംവിധാനം ചെയ്ത് മാസ് ആക്ഷൻ എന്റർടൈനർ കാറ്റഗറിയിൽ സുരേഷ് ഗോപി നായകനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഒറ്റക്കൊമ്പൻ. ഇപ്പോഴത്തെ സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിംഗ് മലേഷ്യയിൽ വെച്ച് ആരംഭിച്ചിരിക്കുകയാണ്. സുരേഷ് ഗോപിക്കൊപ്പം ഇന്ദ്രജിത് സുകുമാരൻ, ദിവ്യ പിള്ള, ജോണി ആന്റണി തുടങ്ങിയവരും പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗോകുലം മൂവീസ് വരുന്ന മെയ് മാസത്തോടെ ഒറ്റക്കൊമ്പൻ തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നാണ്. കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റ്സിനായി. സുനിൽ സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത് ശ്രീജിത്ത് പണിക്കർ നായകനായി മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നും കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ മലയാളം സിനിമയാണ് ഒടിയങ്കം. മനോരമ മാക്സ് സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ സ്വന്തമാക്കിയതാണ്. ഇപ്പോഴത്തെ ചിത്രം ഇന്ന് മനോരമ മാക്സ് വഴി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ലാലേട്ടനെ നായകനാക്കി തരുൺമൂർത്തി സംവിധാനം ചെയ്തു വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് L365. സിനിമയുടെ ചിത്രീകരണം ഇപ്പോൾ തൊടുപുഴയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാലേട്ടനൊപ്പം മീര ജാസ്മിനും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷം കൈകാര്യം ചെയ്യുന്നു എന്നിപ്പോൾ മൂവി ടീം തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ലാലേട്ടൻ ഈ സിനിമയിൽ ഒരു നെഗറ്റീവ് റോളായി സബ് ഇൻസ്പെക്ടറുടെ വേഷത്തിലായിരിക്കും എത്തുക എന്നൊരു അപ്ഡേറ്റ് ആണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത യശു നായകനായി ബ്രഹ്മാണ്ഡ സിനിമ ഒരുങ്ങുന്ന ഏറ്റവും പുതിയ സിനിമയാണല്ലോ ടോക്സിക്. യശുവിനൊപ്പം നയൻതാര, കിയാറ അദ്വാനി, രുക്മിണി വസന്ത് തുടങ്ങിയവരും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ സിനിമയുടെ അവസാനഘട്ട പാച്ച് വർക്ക് ഷൂട്ടിംഗ് ബാംഗ്ലൂരിൽ വെച്ച് തുടക്കമായിട്ടുണ്ട്. അടുത്ത മാസം പകുതിയോടെ സിനിമയുടെ എൻറ്റയർ ഷൂട്ട് പാക്കപ്പ് ആവുമെന്നാണ് റിപ്പോർട്ട്. വരുന്ന മാർച്ച് 19 വമ്പൻ റിലീസ് പ്ലാൻ ചെയ്യുന്ന സിനിമയുടെ ടീസർ എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറിയിരുന്നു. എന്നാൽ സിനിമയുടെ ട്രെയിലറിനായാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. മാർച്ച് മാസം ഫസ്റ്റ് വീക്കിൽ ടോക്സിക്കിന്റെ ട്രെയിലർ പുറത്തുവരും. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയും സംവിധാനവും ഒരുക്കി ജയസൂര്യ നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആട് 3. നിലവിൽ റീ റിലീസിന് ഒരുങ്ങുന്ന ആട് 3യുടെ ഡബ്ബിംഗ് വർക്കുകളെല്ലാം പൂർത്തിയായെന്ന് മൂവി ടീം ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. ടോക്സിക് എന്ന സിനിമയ്ക്കൊപ്പം ക്ലാഷ് റിലീസ് ആയിട്ടായിരിക്കും ആട് 3 റിലീസിനെത്തുന്നത്. വരുന്ന ഫെബ്രുവരി മാസം 14 ആട് 3 ടീസർ പുറത്തിറങ്ങുമെന്നൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കാത്തിരിക്കാം സിനിമയുടെ ട്രെയിലർ കാണാനായി. അഖിൽ സത്യൻ സംവിധാനം ചെയ്ത തിയേറ്ററിൽ നിന്നും ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി നിവിൻ പോളി നായകനായി കഴിഞ്ഞ മാസം പുറത്തിറങ്ങിയ മലയാളം സിനിമയാണല്ലോ സർവമായ. ആകെ മൊത്തത്തിൽ 148,45,00,000 രൂപയാണ് ചിത്രം ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ആരാധകർ കാത്തിരിക്കുന്നത് പോലെ സർവമായ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളം, തമിഴ്, തെലുഗു, കന്നഡ, ഹിന്ദി, മറാത്തി, ബംഗാളി എന്നിങ്ങനെ പാൻ ഇന്ത്യൻ ഭാഷകളിലാണ് ചിത്രം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത ശേഷം അഭിപ്രായം താഴെയെന്ന് കമന്റ് ചെയ്യുക. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് തങ്കമണി എന്ന സിനിമയെക്കുറിച്ചാണ്. ദിലീപ് നായകനായി 2024 പുറത്തിറങ്ങി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത ക്രൈം ഡ്രാമ ത്രില്ലർ മലയാളം സിനിമയാണ് തങ്കമണി. തിയേറ്ററിൽ പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോഴത്തെ തങ്കമണിയുടെ OTT അപ്ഡേറ്റുകളെല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. C5 ഇന്ത്യ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്നും വരുന്ന 2 ആഴ്ചകൾക്കുള്ളിൽ തന്നെ തങ്കമണി C5 വഴി OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്.